35 ദിവസം മാത്രം പ്രായമുള്ള മുട്ടക്കോഴികളാണ് നിൽക്കുന്നത്. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഈ കൂട്ടിലോട്ട് ഇതുങ്ങളെ മാറ്റിയപ്പോൾ എന്തോരം വലിപ്പം ഉണ്ടായിരുന്നത്. ഒരു മുട്ടയ്ക്ക് ചുണ്ടും കാലും വന്ന് അതേ വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാവരും ഒരു 1/2 കിലോയുടെയൊക്കെ അടുത്തായിട്ടുണ്ട്. നമ്മൾ ഉണ്ടായപ്പോൾ മുതൽ തന്നെ സ്റ്റാർട്ടറായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം ചോളപ്പൊടിയും അതുപോലെ തന്നെ തവിടും ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വാക്സിൻ എല്ലാം എടുത്തതാണ്, വിരമരുന്നൊക്കെ കൊടുത്തു. പിന്നെ ഈ മുന്നേ വളർത്തി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു ഇവർ തമ്മിൽ കൊത്തുണ്ടാക്കി കുറേ എണ്ണത്തിനെയൊക്കെ കൊല്ലും, അതുകൊണ്ട് വളർത്താനൊക്കെ കുറേ ബുദ്ധിമുട്ടാണ്. ശരിയായിരുന്നു. ഒരു 25 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ തമ്മിൽ കൊത്തുണ്ടാക്കിയിട്ട് ഇതിൻ്റെ ബാക്കി വശം മുഴുവനും കൊത്തി മുറിച്ച് ചോര കാണത്തക്ക രീതിയിൽ, അതായത് അതിന് ഉള്ളിലെ അവയവങ്ങൾ മൊത്തം വലിച്ച് പുറത്തോട്ട് എടുക്കുന്ന ഒരു രീതിയിലോട്ട് ഇവർ മാറിയായിരുന്നു. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ലൊരു നഖം വെട്ടിയും അതുപോലെ തന്നെ കത്രികയും വാങ്ങിച്ച് ഞങ്ങൾ അതിൻ്റെ മേൽച്ചുണ്ട് മുഴുവനും കട്ട് ചെയ്ത് വിട്ടു. പിന്നെ അടിയിൽ ചുണ്ട് കട്ട് ചെയ്തില്ല. ഫുഡ് എടുക്കാനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായാലോ എന്ന് പേടിച്ചിട്ട് ഞങ്ങളൊന്ന് മേള് മാത്രമേ കട്ട് ചെയ്ത് വിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ കൊത്തുന്ന ആ ഒരു പ്രവണത മാറിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് ചുണ്ടിൻ്റെ മേൾഭാഗം ഒന്ന് കട്ട് ചെയ്ത്, ചോര വരത്തില്ലാത്ത രീതിയിൽ മേൾഭാഗം മാത്രം, ആ കൂർത്തിരിക്കുന്ന ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് വിട്ടേച്ചാൽ മതി. പിന്നെ ആ കൊത്തുന്നൊരു ശീലം അങ്ങ് മാറിക്കോളും. പിന്നെ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ കൂടിന് എത്ര രൂപ ആയിട്ടുണ്ട് പണി തീർന്നപ്പോഴെന്ന്. അപ്പം ഇതിന് കറക്റ്റായിട്ട് എനിക്കൊരു എമൗണ്ട് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പഴയ ഒരു തൊഴുത്തായിരുന്നു. ഈ തൊഴുത്തിനെ നമ്മളൊന്ന് വിപുലീകരിച്ച് കോഴിക്കൂടാക്കി മാറ്റിയേക്കുന്നതാണ്. അപ്പം ഈ കട്ടയും കാര്യങ്ങളും എല്ലാം നമ്മൾ സ്വന്തമായിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ ഈ ഗ്രില്ല് വെൽഡ് ചെയ്തേക്കുന്ന മാത്രമാണ് പുറത്തുനിന്ന് ഒരാൾ വന്ന് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ നെറ്റിനും അതുപോലെ തന്നെ പൈപ്പിനും പിന്നെ പണിക്കൂലിയും വണ്ടിക്കൂലിയും എല്ലാം കൂടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 8,500-ൻ്റെ അടുത്തായിട്ടുണ്ട്. പിന്നെ നമ്മൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി മേൽഭാഗത്ത് ഇതുപോലെ 2 പൈപ്പ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് അതിൻ്റെ മേളിൽ ഈ റംബുട്ടാനൊക്കെ മൂടുന്ന വല സെറ്റ് ചെയ്തേക്കുന്നതാണ്. നമ്മുടെ ഇവിടെയിൽ ഇച്ചിരി കാടും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഗ്രില്ലൊക്കെ വെൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനിയിപ്പം നിങ്ങളുടെയൊക്കെ ഇതുപോണക്ക് നല്ല സ്ഥലങ്ങളാണ്, ഈ കാടും മേടും ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ ഈ ഗ്രില്ല് ഇടേണ്ടയും കാര്യമില്ല. ഈ പൈപ്പ് മാത്രം നന്നായിട്ട് വെൽഡ് ചെയ്ത് വെച്ചുകൊണ്ട് അതിലോട്ട് ഈ റംബുട്ടാനൊക്കെ മൂടുന്ന ഈ ചെറിയ കണ്ണിയുള്ള വല വാങ്ങിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ച് കെട്ടി വെച്ചേച്ചാൽ മതി. വേറെ ശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നുണ്ടെങ്കിൽ, പട്ടിയുടെ ശല്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തേച്ചാൽ മതി. നമ്മൾ പ്രത്യേകിച്ച് ഇതുണ്ട്, മിയയുടെ കൂടി ഇതിൻ്റെ ഫ്രണ്ടിലാണ്. മിയ നമ്മളിങ്ങനെ ആദ്യം ഞങ്ങൾ ഈ വല ഇടാനാണ് വിചാരിച്ചത്. അപ്പം മിയ ചെന്ന് വലിഞ്ഞ് കയറാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഒരു 5 അടി പൊക്കത്തിൽ ഈ ഗ്രില്ല് ചെയ്തേക്കുന്നത്. അപ്പം ഈ പട്ടിയുടെയും പൂച്ചയുടെയൊക്കെ ശല്യം ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോണക്ക് നെറ്റ് വാങ്ങിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടിയേച്ചാൽ മതി. അപ്പം കുറച്ചുകൂടി കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ഒരു കോഴിക്ക് എന്നാ വിലയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 150 രൂപ റേറ്റാണ് നമ്മളൊരു കോഴീനെ കൊടുക്കുന്നത്.